ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 സെറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സെറ്റ്സ്, പ്രോപ്പർ സബ്സെറ്റ്സ്, സൂപ്പർ സെറ്റ്സ്, പവർ സെറ്റ്സ്, യൂണിവേഴ്സൽ സെറ്റ്സ് ഇവയാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇവയുമായി ബന്ധപ്പെട്ട എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 1. മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ഫില്ലിംഗ് ഇൻ ദി സിംബൽസ് സബ്സെറ്റ് ഓർ ഡസ് നോട്ട് സബ്സെറ്റ് ഇൻ ദി ബ്ലാങ്ക് സ്പേസ്. ഈ ബ്ലാങ്ക് സ്പേസിൽ സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് ഈ സിംബൽസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സെറ്റ് 2, 3, 4 ആൻഡ് സെറ്റ് 1, 2, 3, 4, 5. ഈ സെറ്റ് 2, 3, 4 ഈ രണ്ടാമത്തെ സെറ്റായ സെറ്റ് 1, 2, 3, 4, 5ന്റെ സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിൽ ഉണ്ടായിരിക്കണം. ഇവിടുത്തെ ആദ്യത്തെ സെറ്റ് 2, 3, 4 ആണ്. ഈ 2, 3, 4 എന്ന് പറയുന്ന എലമെന്റ്സ് എല്ലാം ഈ സെറ്റ് 1, 2, 3, 4, 5 ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ 2, 3, 4 ഈ എലമെന്റ്സ് എവിടെയുണ്ട്? ഈ രണ്ടാമത്തെ സെറ്റിലുണ്ടല്ലേ. 2, 3, 4 ഇവിടെയുണ്ട്. അതായത് ഈ ആദ്യത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഈ രണ്ടാമത്തെ സെറ്റിലുണ്ട്. അതുകൊണ്ട് സെറ്റ് 2, 3, 4 subset of set 1, 2, 3, 4, 5. Okay. Second question. Set A, B, C and set B, C, D. ഈ സെറ്റ് എ ബി സി സെറ്റ് ബി സി ഡിയുടെ സബ്സെറ്റ് ആണോ? അപ്പൊ ആദ്യത്തെ സെറ്റ് ഈ രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആകണമെങ്കിൽ ആദ്യത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എ ബി സി എവിടെ ഉണ്ടായിരിക്കണം? ഈ രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടായിരിക്കണം. പക്ഷേ എ ബി സിയിൽ ബിയും സിയും ഈ രണ്ടാമത്തെ സെറ്റിലുണ്ട്. എ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടോ? ഇല്ല അല്ലെ. ഈ എ എന്ന് പറയുന്ന എലമെന്റ് ഈ രണ്ടാമത്തെ സെറ്റിൽ ഇല്ല. അതുകൊണ്ട് സെറ്റ് എ ബി സി ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി ഡി ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് X is a student of class +1 of your class. Second set, set of all X such that X is a student of your school. അതായത് ആദ്യത്തെ സെറ്റില് X is a student of class +1 അല്ലെ, നിങ്ങളുടെ സ്കൂളിലെ +1 ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്. രണ്ടാമത്തെ സെറ്റിലോ നിങ്ങളുടെ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും. ഇപ്പൊ ഏത് സെറ്റാണ് വലുത്? ആദ്യത്തെ സെറ്റിൽ +1 പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലെ. രണ്ടാമത്തെ സെറ്റിലോ ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ഉണ്ട്. അപ്പോ ഈ ആദ്യത്തെ സെറ്റിലുള്ള എല്ലാ മെമ്പേഴ്സും എവിടെയുണ്ട്? ഈ രണ്ടാമത്തെ സെറ്റിലുണ്ട് അല്ലെ. +1 പഠിക്കുന്ന കുട്ടികളെല്ലാം ആ സ്കൂളിലെ മെമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. Fourth question. Set of all X such that X is a circle in the plane. And set of all X such that X is a circle in the same plane with the radius 1 unit. രണ്ട് സെറ്റും നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയേ. ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സ് എന്താ? ഒരു പ്ലെയിനിലുള്ള സർക്കിൾസ് അല്ലെ. ഒരു പ്ലെയിനിലുള്ള എല്ലാ സർക്കിൾസും. അവിടെ റേഡിയസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏത് റേഡിയസിലുള്ള സർക്കിൾസും ആകാം. അപ്പൊ നമുക്ക് പല റേഡിയസിലുള്ള ഇൻഫിനിറ്റ്ലി മിനി സർക്കിൾസ് ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ സെറ്റിലോ അവിടെ റേഡിയസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതേ പ്ലെയിനിലുള്ള സർക്കിൾസ് വിത്ത് റേഡിയസ് 1 യൂണിറ്റ്, അതായത് 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ് പറയുന്നത്. ഈ രണ്ട് സെറ്റും കൂടി കമ്പയർ ചെയ്തേ. രണ്ടാമത്തെ സെറ്റില് റേഡിയസ് 1 യൂണിറ്റ് ഉള്ള സർക്കിൾസ് മാത്രമേ വരുന്നുള്ളൂ. ആദ്യത്തെ സെറ്റില് എല്ലാ സർക്കിൾസും വരുന്നുണ്ട്.
അപ്പോ ഈ ആദ്യത്തെ സെറ്റാണ് വലിയ സെറ്റ് അല്ലേ, അതായത് സൂപ്പർ സെറ്റ്. ഈ രണ്ടാമത്തെ സെറ്റിലുള്ള എലമെന്റ്സ് എല്ലാം എവിടെയുണ്ട്? ആദ്യത്തെ സെറ്റിലുണ്ട്. പക്ഷെ നമ്മളോട് എവിടെ ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ സെറ്റ് ആദ്യത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണ്, പക്ഷെ ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് അല്ല അല്ലേ. അതുകൊണ്ട് ഇവിടെ ഏത് സിമ്പിൾ ഉപയോഗിക്കാം? ഡസ് നോട്ട് സബ്സെറ്റ്. ഓക്കെ. Now, fifth question. Set of all x such that x is a triangle in a plane and set of all x such that x is a rectangle in the plane. ആദ്യത്തെ സെറ്റിൽ എന്താ ഉള്ളത്? ഒരു പ്ലെയിനിലുള്ള എല്ലാ ട്രയാങ്കിളും. രണ്ടാമത്തെ സെറ്റിലോ ഒരു പ്ലെയിനിലുള്ള എല്ലാ റെക്ടാങ്കിളും. അപ്പൊ ഇത് രണ്ട് സെറ്റാണ് അല്ലേ. അതുകൊണ്ട് ഇതെന്തല്ല, ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് അല്ല. Now, sixth question. Set of all x such that x is an equilateral triangle in a plane. Second set. Set of all x such that x is a triangle in the same plane. ആദ്യത്തെ സെറ്റിലെ മെമ്പേഴ്സ് ആരൊക്കെയാ? ഒരു പ്ലെയിനിലുള്ള എല്ലാ ഈക്വലേറ്ററൽ ട്രയാങ്കിൾസും. രണ്ടാമത്തെ സെറ്റിലോ സെയിം പ്ലെയിനിലുള്ള എല്ലാ ട്രയാങ്കിൾസും അല്ലേ. അപ്പൊ എല്ലാ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ അവിടെ ഐസോസെൽസ് ട്രയാങ്കിൾസ് ആകാം, ഈക്വലേറ്റർ ട്രയാങ്കിൾസ് ആകാം, അങ്ങനെയുള്ള എല്ലാ ട്രയാങ്കിളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആദ്യത്തെ സെറ്റിലോ ഈക്വലേറ്റർ ട്രയാങ്കിൾ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പൊ ഇവിടുത്തെ സൂപ്പർ സെറ്റ് ഏതാ? രണ്ടാമത്തെ സെറ്റാണ്. അതായത് ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സ് എല്ലാം എവിടെയുണ്ട്? രണ്ടാമത്തെ സെറ്റിലുണ്ട് അല്ലേ. അവിടെ ഈക്വലേറ്റർ ട്രയാങ്കിളും ഉണ്ട്, ഐസോസെൽസ് ട്രയാങ്കിളും ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ട്രയാങ്കിൾസും ഉണ്ട്. അപ്പൊ ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. Okay. Now, seventh question. Set of all x such that x is an even natural number. Second set. Set of all x such that x is an integer. എളുപ്പമാണ് അല്ലേ, എല്ലാവർക്കും അറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണ്, അവിടെ എല്ലാ നമ്പേഴ്സും ഉണ്ട്. അതായത് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, സീറോ ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഇവിടെയോ എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ അല്ലേ. ഇവിടെ ഈവൻ നാച്ചുറൽ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിലെ മെമ്പേഴ്സ് ആണ് അല്ലേ. അതുകൊണ്ട് ഇത് സബ്സെറ്റ് ആണ്. ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ. നോ, ക്വസ്റ്റ്യൻ നമ്പർ 2. എക്സാമിൻ വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, സെറ്റ് എ ബി ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി എ. അതായത് സെറ്റ് എ ബി ഈ സെറ്റ് ബി സി എയുടെ സബ്സെറ്റ് അല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? സെറ്റ് എ ബി സെറ്റ് ബി സി എയുടെ സബ്സെറ്റ് ആണോ? നമ്മൾ പഠിച്ചതാണ്. സബ്സെറ്റ് ആണെങ്കിൽ ആദ്യത്തെ സെറ്റിലുള്ള എലമെന്റ്സ് എല്ലാം എവിടെ ഉണ്ടായിരിക്കണം? രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ എലമെന്റ്സ് ഏതാമത്തെ സെറ്റ്? എലമെന്റ്സ് എയും ബിയും ആണ് അല്ലേ. ആ എലമെന്റ്സ് എവിടെയുണ്ട്? രണ്ടാമത്തെ സെറ്റിലും ഉണ്ട്. അപ്പൊ സെറ്റ് എ ബി സെറ്റ് ബി സിയുടെ എന്താണ്? സബ്സെറ്റ് ആണ് അല്ലേ. അപ്പൊ ഇതെന്താണ്? ഫോൾസ്. ഓക്കെ. നൗ സെക്കൻഡ് വൺ, സെറ്റ് എ ഇ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ എ ഇ എന്ന് പറയുന്ന സെറ്റ് ഈ രണ്ടാമത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് നമുക്കറിയാം, സെറ്റ് എ ഇ ഐ ഒ യു. അപ്പൊ ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സ് എ ഇ എവിടെയുണ്ട്? രണ്ടാമത്തെ സെറ്റിലുണ്ട്. അതുകൊണ്ട് സെറ്റ് എ ഇ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ലേ. അതുകൊണ്ട് അത് ട്രൂ ആണ്. നൗ സെറ്റ് 1 2 3 സബ്സെറ്റ് ഓഫ് സെറ്റ് 1 3 5. എല്ലാവരും പറഞ്ഞ ആൻസർ സബ്സെറ്റ് ആണോ അല്ലയോ? നമുക്കറിയാം ആദ്യത്തെ സെറ്റ് 1 2 3 സബ്സെറ്റ് ആകണമെങ്കിൽ ആ സെറ്റ് എലമെന്റ്സ് 1 2 3 എവിടെ ഉണ്ടായിരിക്കണം? രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടായിരിക്കണം. പക്ഷേ 2 എന്ന് പറയുന്ന എലമെന്റ് രണ്ടാമത്തെ സെറ്റിലുണ്ടോ? ഇല്ല അല്ലെ. 1 ഉം 3 ഉണ്ട്, പക്ഷെ 2 എന്ന് പറയുന്ന എലമെന്റ് രണ്ടാമത്തെ സെറ്റിൽ ഇല്ല. അതുകൊണ്ട് സെറ്റ് 1 2 3 സബ്സെറ്റ് ഓഫ് 1 3 5 എന്നുള്ളത് എന്താണ്? ഫോൾസ് ആണ്. ഫോർത്ത് വൺ, സെറ്റ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. ശരിയാണോ? ട്രൂ ആണല്ലേ. ആദ്യത്തെ സെറ്റിൽ എലമെന്റ് എ എവിടെയുണ്ട്? രണ്ടാമത്തെ സെറ്റിലുണ്ട്. therefore
ഇറ്റ് ഈസ് ട്രൂ. നൗ സെറ്റ് എ ബിലോങ്സ് ടു സെറ്റ് എ ബി സി. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടുത്തെ സിമ്പിൾ എന്താ? ബിലോങ്സ് ടു, ദാറ്റ് ഈസ് മെമ്പർ ആണ് അല്ലെ. സെറ്റ് എ സെറ്റ് എ ബി സിയിലെ മെമ്പർ ആണെന്നാണ് പറയുന്നത്. ആണോ? സെറ്റ് എ സെറ്റ് എ ബി സിയിലെ മെമ്പർ ആണോ? അല്ല. എ എന്ന് പറയുന്ന എലമെന്റ് ആണ് സെറ്റ് എ ബി സിയിലെ മെമ്പർ അല്ലെ. ഈ ഒരു എലമെന്റ് അല്ലാതെ സെറ്റ് എ എന്നുള്ളത് സെറ്റ് എ ബി സിയിലെ എലമെന്റ് അല്ല. സെറ്റ് എ ബി സിയിലെ എലമെന്റ് ഏതൊക്കെയാ? എ ബി സി. അപ്പൊ സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് എ ബി സിയിലെ ഒരു എലമെന്റ് അല്ല. അപ്പൊ ഇതെന്താണ്? ഫോൾസ് ആണ്. ഓക്കെ. Now sixth one, set of all x such that x is an even natural number less than 6. Subset of set of all x such that x is a natural number which divides 36. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ഏതൊക്കെയാണ് വരുന്നതും എക്സിന്റെ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. അപ്പൊ സബ്സെറ്റ് ആണല്ലോ? ആ, ട്രൂ ആണ് അല്ലെ, സബ്സെറ്റ് ആണ്. ഓക്കെ. നൗ അടുത്ത എക്സസൈസിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ഡൗൺ ഓൾ സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 സെറ്റ് 3 4 5. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കണേ, എങ്കിലേ നമുക്കത് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ സെറ്റ് ഏതാ? എ എന്ന് പറഞ്ഞ സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 സെറ്റ് 3 4 5. ഇതിനകത്ത് എലമെന്റ്സിനെ ശ്രദ്ധിച്ചേ. എലമെന്റ്സ് ഏതൊക്കെയാ? 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, പിന്നെ സെറ്റ് 3 4. ഈ സെറ്റ് 3 4 ഇതിനകത്ത് ഒരു എലമെന്റ് ആണ്. മനസ്സിലായോ? ഇവിടെ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നുണ്ടോ? സെറ്റിന്റെ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നുണ്ടോ? അതിനകത്ത് എലമെന്റ്സ് ഏതൊക്കെയാ? 3 4. അപ്പൊ സെറ്റ് 3 4 ഈ ഒരു സെറ്റിനകത്തെ എലമെന്റ് ആണ്. 1 എലമെന്റ് ആണ്, 2 എലമെന്റ് ആണ്, അതുപോലെ സെറ്റ് 3 4 ഒരു എലമെന്റ് ആണ്, പിന്നെ 5 എലമെന്റ് ആണ്. ക്ലിയർ ആയോ? എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ സെറ്റ് 3 4 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതൊരു സെറ്റ് ആണ്. ഓക്കെ, സെറ്റ് 3 4 ഒരു എലമെന്റ് ആണ്. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓൾ സബ്സെറ്റ്. ഈ സെറ്റിനകത്ത് സബ്സെറ്റ് എഴുതാനാണ്. നമ്മൾ സബ്സെറ്റ് എഴുതാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് പി ഓഫ് എ. എന്താ പി ഓഫ് എ? പവർ സെറ്റ് ഓഫ് എ അല്ലേ. പവർ സെറ്റ് എഴുതാനാണ്. ഇനി നമുക്ക് ആൻസർ നോക്കാം. ആദ്യം എന്ത് വേണം? റൈറ്റ് ഡൗൺ ഓൾ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ എയുടെ സബ്സെറ്റ് അപ്പൊ നമ്മൾ പഠിച്ചു. ഒരു സെറ്റിന്റെ സബ്സെറ്റ് ഏതൊക്കെയാ? മസ്റ്റ് ആയിട്ട് 2 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് നൾ സെറ്റും സെയിം സെറ്റും അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുമ്പോൾ എന്ത് എഴുതണം? ആദ്യം നമ്മൾ നൾ സെറ്റ് എഴുതുന്നു. അതിനു മുമ്പ് നമ്മൾ അതിന്റെ എലമെന്റ്സ് ഒന്ന് എഴുതി വെക്കുകയാണ്. എലമെന്റ്സ് ഓഫ് എ ആർ 1 ബിലോങ്സ് ടു എ, 2 ബിലോങ്സ് ടു എ, സെറ്റ് 3 4 ബിലോങ്സ് ടു എ. ഇതാണ് ഇവിടെ നന്നായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം. ഇവിടെ എല്ലാം ഓരോരോ എലമെന്റ് ആയിട്ടാണുള്ളത്. ഇവിടെ സെറ്റ് ആണ് ഒരു എലമെന്റ് ആയിട്ട് വന്നേക്കുന്നത്. സെറ്റ് 3 4 എലമെന്റ് ആണ്. ആൻഡ് 5 ബിലോങ്സ് ടു എ. അപ്പൊ ഈ സെറ്റിനകത്തെ എലമെന്റ്സ് നമ്മൾ നന്നായി മനസ്സിലാക്കി. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഈ സെറ്റിനകത്ത് ഉണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഈ സെറ്റിനകത്തുണ്ടോ? ഇല്ല. ഇവിടെ 3 4 എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ് ഈ സെറ്റിനകത്തുള്ളത്. അല്ലാതെ ഈ 1 2 5 പോലെ 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഈ സെറ്റിനകത്തില്ല. അതുപോലെ ഏതും ഇല്ല 4 എന്ന് പറയുന്ന എലമെന്റും ഇല്ല. ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇത് സെറ്റ് 3 4 ആണ്, അല്ലാതെ 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല, 4 എന്ന് പറയുന്ന എലമെന്റും ഇല്ല. ഇപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും മനസ്സിലാക്കി അല്ലേ. ഏതൊക്കെ എലമെന്റ്സ് ഒന്നും കൂടെ പറയാം. 1 എലമെന്റ് ആണ്, 2 എലമെന്റ് ആണ്, സെറ്റ് 3 4 എലമെന്റ് ആണ്, 5 എലമെന്റ് ആണ്. ഇനി നമുക്ക് സബ്സെറ്റുകൾ എഴുതാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ആണ്. നമുക്കറിയാവുന്നൊരു കാര്യം, എല്ലാ സെറ്റിനും മസ്റ്റായിട്ടും 2 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ഒന്ന് നൾ സെറ്റും 2 സെയിം സെറ്റും. അപ്പോൾ ആദ്യം സബ്സെറ്റ് എഴുതുമ്പോൾ നമ്മൾ നൾ സെറ്റ് എഴുതുന്നു 5. ഇനി എഴുതേണ്ടത് ഓരോ എലമെന്റ് വീതമുള്ള സബ്സെറ്റുകൾ എഴുതുക. അപ്പോൾ ആദ്യത്തെ എലമെന്റ് ഇവിടെ 1 ആണ്. അപ്പോൾ സെറ്റ് 1. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റിനെ സെറ്റിനുള്ളിൽ എഴുതുന്നു. അപ്പോൾ സെറ്റ് 1. അടുത്തത്
സെറ്റ് 2. അടുത്തതോ സെറ്റ് 3, 4 ആണ് എലമെന്റ്. അപ്പോൾ സെറ്റ് ഓഫ് സെറ്റ് 3, 4. ക്ലിയർ ആയോ? അതായത് ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന ഏതാ? സെറ്റ് 2 ആണ്. അതായത് ഇവിടുത്തെ എലമെന്റ് 2 ആണ്. അത് സബ്സെറ്റ് ആയപ്പോൾ സെറ്റിന്റെ ബ്രാക്കറ്റിനുള്ളിലിട്ടു. ഈ 2 എന്ന് പറയുന്ന എലമെന്റിനെ സെറ്റിന്റെ ബ്രാക്കറ്റിനുള്ളിലിട്ടു. ഇവിടുത്തെ എലമെന്റ് ഏതാ? സെറ്റ് 3, 4 ആണ്. സെറ്റ് 3, 4 ആണ് എലമെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് 3, 4നെ സബ്സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ സെറ്റിന്റെ ബ്രാക്കറ്റിനുള്ളിലിട്ടു. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? സെറ്റ് ഓഫ് സെറ്റ് 3, 4. ഇവിടുത്തെ 2ന്റെ സ്ഥാനത്താണ് ഇവിടെ സെറ്റ് 3, 4 വന്നിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത എലമെന്റ് ഏതാ? 5. അപ്പോൾ സെറ്റ് 5. ഇപ്പോൾ ഓരോ എലമെന്റുള്ള സബ്സെറ്റുകളെല്ലാം എഴുതി. ഇനി അടുത്ത് ഏതാ എഴുതണ്ടേ? 2 എലമെന്റ് വീതമുള്ള സബ്സെറ്റുകൾ എഴുതണം. അപ്പോൾ ആദ്യത്തെ എലമെന്റ് 1, അടുത്ത എലമെന്റ് 2. അപ്പോൾ ഏത് വന്നു? സെറ്റ് 1, 2. അടുത്തത് 1 ഉപയോഗിച്ചുള്ള എല്ലാം എഴുതാം. സെറ്റ് 1, പിന്നെ സെറ്റ് 3, 4. അതായത് സെറ്റ് ഓഫ് 1 സെറ്റ് 3, 4. മനസ്സിലായോ? ഒരെലമെന്റ് 1 ആണ്, രണ്ടാമത്തെ എലമെന്റ് സെറ്റ് 3, 4 ആണ്. അപ്പോൾ സെറ്റിന്റെ ബ്രാക്കറ്റിനുള്ളിൽ സെറ്റ് ഓഫ് 1 സെറ്റ് 3, 4. അടുത്ത എലമെന്റ് നോക്കിയാൽ 1ഉം 5ഉം. അപ്പോൾ എങ്ങനെ എഴുതി? സെറ്റ് 1, 5. ഓക്കെ. അടുത്തത് 2 കൂട്ടി എഴുതുക. അപ്പോൾ സെറ്റ് ഓഫ് 2, അടുത്ത എലമെന്റ് സെറ്റ് 3, 4. അപ്പോൾ സെറ്റ് ഓഫ് 2 സെറ്റ് 3, 4. അടുത്ത് 2, 5 എടുക്കുക. അപ്പോൾ സെറ്റ് 2, 5. അടുത്തത് ഈ സെറ്റ് 3, 4ഉം 5ഉം 2 എലമെന്റ്. ആദ്യത്തെ എലമെന്റ് സെറ്റ് 3, 4, അടുത്ത എലമെന്റ് 5. അപ്പോൾ സെറ്റ് ഓഫ് സെറ്റ് 3, 4, 5. ഇനി ഇപ്പോൾ ഇവിടെ നോക്കിയേ 2 എലമെന്റ് വീതമുള്ള സെറ്റുകളെല്ലാം എഴുതി. ഇനി എത്ര എലമെന്റ് വീതമുള്ളത് എഴുതണം? 3 എലമെന്റ് വീതമുള്ളത് എഴുതുക. അപ്പോൾ ആദ്യത്തെ എലമെന്റ് 1, രണ്ടാമത്തെ എലമെന്റ് 2, അടുത്ത എലമെന്റ് സെറ്റ് 3, 4. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ് ആക്കി എഴുതി. സെറ്റ് ഓഫ് 1, 2 സെറ്റ് 3, 4. ഓക്കെ. ഇനി അടുത്ത 3 എലമെന്റുകൾ എഴുതുക. 1 കൂട്ടി എഴുതുക. നോക്കിയേ 1, 2, 5. അപ്പോൾ സെറ്റ് ഓഫ് 1, 2, 5. ഓക്കെ. അടുത്തത് 2 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുന്നു, സെറ്റ് 3, 4 എടുക്കുന്നു, 5 എടുക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് 2 സെറ്റ് 3, 4, 5. ഓക്കെ. അടുത്ത ഏതാ? 1 എടുക്കുക, സെറ്റ് 3, 4 എടുക്കുക, 5 എടുക്കുക. അപ്പോൾ സെറ്റ് ഓഫ് 1 സെറ്റ് 3, 4, 5. ഓക്കെ. ഇപ്പം 3 എലമെന്റ് വീതമുള്ള സബ്സെറ്റുകളും എഴുതി. ഇനി ഏതാ എഴുതാനുള്ളത്? 4 എലമെന്റ് വീതമുള്ളത് അല്ലേ? അപ്പോൾ 4 എലമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നോക്കിയാൽ എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റാണ് ഉള്ളത്? 4 എലമെന്റ് ആണുള്ളത്. അപ്പോൾ സെയിം സെറ്റ് തന്നെ വരും. അപ്പോൾ ഏതാ വരുന്നത്? സെറ്റ് ഓഫ് 1, 2 സെറ്റ് 3, 4, 5. ഓക്കെ. ഇപ്പോൾ എല്ലാ സബ്സെറ്റുകളും എഴുതി. എ എന്ന് പറയുന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതി. ക്ലിയർ ആയില്ലേ? ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സെറ്റിനുള്ളിലെ 1, 2, 5 ഇവയൊക്കെ സിംഗിൾ എലമെന്റ് ആണ്. ഇവിടുത്തെ ഒരു മൂന്നാമത്തെ എലമെന്റ് വന്നിരിക്കുന്നത് സെറ്റ് ഓഫ് 3, 4. ഇതൊരു എലമെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ഓക്കെ. ഇനി സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത്? പി ഓഫ് എ എഴുതാൻ. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? പവർ സെറ്റ് ഓഫ് എ. അപ്പോൾ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ അല്ലേ? എല്ലാ സബ്സെറ്റുകളെയും സെറ്റിൻ്റെ ബ്രാക്കറ്റിനുള്ളിലാക്കിയാൽ എന്തായി മാറി? പവർ സെറ്റായി മാറി. അപ്പോൾ നമ്മളിവിടെ സബ്സെറ്റുകളെല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം സബ്സെറ്റുകളാണ്. ഇതിനെന്ത് ചെയ്യണം? സെറ്റിൻ്റെ ബ്രാക്കറ്റിനുള്ളിലാക്കിയാൽ എന്തായി മാറും? പവർ സെറ്റായി മാറി. ദാറ്റ് ഈസ് സെറ്റിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഈ സബ്സെറ്റുകളെല്ലാം എന്തെഴുതുന്നു? സെറ്റിൻ്റെ ബ്രാക്കറ്റിലേക്ക് എഴുതി. അതായത് 1 വീതമുള്ള എഴുതി, 2 വീതമുള്ള എഴുതി, 3 വീതമുള്ള എഴുതി. ഇനി ഏതാ? 4 എലമെന്റുള്ള സെയിം സെറ്റും. അതിനുശേഷം നോക്കിയേ സെറ്റിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പം എന്തായി? പവർ സെറ്റായി മാറി. ഓക്കെ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു നേരത്തെ അതേ ക്വസ്റ്റ്യൻ. സെറ്റ് 1, 2 സെറ്റ് 3, 4, 5. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം അത് ചെയ്തത്. അപ്പോൾ ആ സെറ്റിനകത്തെ എലമെന്റ്സും സബ്സെറ്റുകളും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. ശരിയാണോ അല്ലയോ? സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. നമ്മൾ നേരത്തെ കണ്ടു ഈ സെറ്റ് 3, 4 എന്നുള്ളത് എ എന്ന് പറയുന്ന സെറ്റിനകത്തെ ഒരു എലമെന്റ് ആണെന്നാ പറഞ്ഞേ അല്ലേ? അത് സബ്സെറ്റ് ആണോ? അല്ല. അത് സബ്സെറ്റ് ആകണമെങ്കിൽ
ഈ ഒരു എലമെന്റ് ആദ്യം സെറ്റിനകത്തുണ്ടായിരിക്കണം. സെറ്റ് ഓഫ് സെറ്റ് 3, 4 എഴുതിയാലേ അത് സബ്സെറ്റ് ആകുകയുള്ളൂ. അല്ലേ? ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇതെന്താണ്? സെറ്റ് 3, 4 എന്നുള്ളത് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇൻകറക്റ്റ് ആണ്. വ്യക്തമായില്ല എല്ലാവർക്കും? നോ സെക്കൻഡ് വൺ. സെറ്റ് 3, 4 ബിലോങ്സ് ടു എ. ഓക്കെ, ശരിയാണോ അല്ലയോ? ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ എന്താ? മെമ്പർ ആണ്, എലമെന്റ് ആണ്. അല്ലെ? സെറ്റ് 3, 4 ബിലോങ്സ് ടു സെറ്റ് എ. ശരിയാണ്. ഈ സെറ്റ് 3, 4 എന്നുള്ളത് ഈ എ എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു മെമ്പർ ആണ്. ഇത് ആദ്യത്തെ ആണ്. ഓക്കെ, സെറ്റ് 3, 4 ബിലോങ്സ് ടു എ. കറക്റ്റ് ആണ്. ഓക്കെ, നൗ തേർഡ് വൺ. സെറ്റ് ഓഫ് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് ഓഫ് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. കറക്റ്റ് ആണല്ലോ? നമ്മൾ പറഞ്ഞു എലമെന്റ് ആണെങ്കിൽ സെറ്റ് 3, 4 ബിലോങ്സ് ടു എ ആണ്. ഇനി ഇതൊരു എലമെന്റ് ആയതുകൊണ്ട് ഇത് സബ്സെറ്റ് ആണെങ്കിൽ സെറ്റ് ഓഫ് സെറ്റ് 3, 4 ആണ് സബ്സെറ്റ്. ഇപ്പൊ സെറ്റ് ഓഫ് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ ആണ്. കറക്റ്റ് ആണ്. അല്ലെ? കാരണം എന്താ? സിൻസ് സെറ്റ് 3, 4 ബിലോങ്സ് ടു എ. ഈ സെറ്റ് 3, 4 എന്നുള്ളത് ഒരു എയിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് സെറ്റ് ഓഫ് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ ആണ്. ഓക്കെ, നൗ ഫോർത്ത് വൺ. 1 ബിലോങ്സ് ടു എ. 1 എന്ന് പറയുന്ന എലമെന്റ് എ എന്ന് പറയുന്ന സെറ്റിലെ മെമ്പർ ആണ്. ശരിയാണല്ലോ? എയിലെ മെമ്പേഴ്സ് നോക്കിയേ. 1, 2, സെറ്റ് 3, 4, 5. 1 എ എന്ന് പറയുന്ന സെറ്റിലെ മെമ്പർ ആണ്. അല്ലേ? അപ്പൊ എന്താണ്? 1 ബിലോങ്സ് ടു എ. കറക്റ്റ് ആണ്. അടുത്തതാ? ക്വസ്റ്റ്യൻ നമ്പർ 5. 1 സബ്സെറ്റ് ഓഫ് എ. 1 സബ്സെറ്റ് ഓഫ് എ ആണോ? സബ്സെറ്റ് ആണെങ്കിൽ എന്തായിരിക്കണത്? ഒരു സെറ്റ് ആയിരിക്കണം. അല്ലെ? സബ്സെറ്റ്. സെറ്റ് 1 ആണെങ്കിൽ സബ്സെറ്റ് ആണ്. ഇതെന്താ? ഒരു എലമെന്റ് ആണ്. അപ്പൊ 1 ബിലോങ്സ് ടു എ ആണ് കറക്റ്റ് ആകുന്നത്. അപ്പൊ 1 സബ്സെറ്റ് ഓഫ് എ. ശരിയാണോ അല്ലയോ? 1 സബ്സെറ്റ് ഓഫ് എ ഇൻകറക്റ്റ് ആണ്. സിൻസ് 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. അല്ലെ? 1 എന്ന് പറയുന്നത് ഈ സെറ്റിനകത്ത് ഒരു എലമെന്റ് ആണ്. ഇനി സബ്സെറ്റ് ആയിരുന്നെങ്കിലോ ആകണമായിരുന്നെങ്കിലോ സെറ്റ് 1 സബ്സെറ്റ് ഓഫ് എ ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് 1 to 5 സബ്സെറ്റ് ഓഫ് എ. ശരിയാണോ അല്ലയോ? സെറ്റ് 1 to 5 സബ്സെറ്റ് ഓഫ് എ. ഇതാണ് നമ്മുടെ എ. അപ്പൊ സെറ്റ് 1 to 5 സബ്സെറ്റ് ആണെങ്കിൽ ഈ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഇവിടെ ഉണ്ടായിരിക്കണം. 1 to 5 ഇതിനകത്തുണ്ട്. അല്ലെ? 1 to 5. അപ്പൊ എന്താണത്? കറക്റ്റ് ആണ്. അല്ലെ? സിൻസ് 1 to 5 ബിലോങ്സ് ടു എ. നെക്സ്റ്റ് വൺ. സെറ്റ് 1 to 5 ബിലോങ്സ് ടു എ. കറക്റ്റ് ആണോ അല്ലയോ? സെറ്റ് 1 to 5 ബിലോങ്സ് ടു ആണെങ്കിൽ ഈ സെറ്റ് മൊത്തം എവിടെ ഉണ്ടായിരിക്കണം? ഇതിനകത്തുണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു സെറ്റ് 1 to 5 ഇതിനകത്തുണ്ടോ? ഇല്ല. അല്ലെ? അപ്പൊ എന്തല്ല? അത് ഇൻകറക്റ്റ് ആണ്. സിൻസ് സെറ്റ് 1 to 5 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എലമെന്റ് ആകണമെങ്കിൽ ഇത് മൊത്തം ഈ സെറ്റിന്റെ ബ്രാക്കറ്റ് അടക്കം ഇതിനകത്തുണ്ടായിരിക്കണം. അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. സെറ്റ് 1 to 3 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 1 to 3 എയുടെ സബ്സെറ്റ് ആണോ? നമ്മൾ പറഞ്ഞു സബ്സെറ്റ് ആകണമെങ്കിൽ ഈ തന്നിരിക്കുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും ഇവിടെ ഉണ്ടായിരിക്കണം. എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. ഇനി 1 to 3 ഉണ്ടോ നോക്കിക്കേ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ടോ? ഇല്ല. 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല. അല്ലേ? സെറ്റ് 3, 4 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണുള്ളത്. അല്ലാതെ 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇൻകറക്റ്റ് ആണ്. സിൻസ് 3 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നെക്സ്റ്റ് വൺ. 5 ബിലോങ്സ് ടു എ. എന്താ 5? നൾ സെറ്റ്. നൾ സെറ്റ് ബിലോങ്സ് ടു എ. ഈ എ എന്ന് പറയുന്ന സെറ്റിൽ നൾ സെറ്റ് ഉണ്ടോ? ഇങ്ങനൊരു 5 ഇതിനകത്തുണ്ടോ? എലമെന്റ് ആകണമെങ്കിൽ എന്തായിരിക്കണം? ഇത് ഈ സെറ്റിനകത്തുണ്ടായിരിക്കണം. 5 ഇതിനകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ്? ഇത് ഇൻകറക്റ്റ് ആണ്. സിൻസ് 5 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അല്ലെ? 5 ഈ എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് അല്ല. ബട്ട് 5 സബ്സെറ്റ് ഓഫ് എ. നമ്മൾ പഠിച്ചതാണ്. നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. ഓക്കെ, 10th one. 5 സബ്സെറ്റ് ഓഫ് എ. അതിപ്പോ നമ്മൾ പറഞ്ഞു 5 എന്ന് പറയുന്ന സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അതുകൊണ്ട് 5 എന്ന് പറയുന്ന സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. കറക്റ്റ് ആണ്. സിൻസ് 5 ഈസ് സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നെക്സ്റ്റ് വൺ. സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ.
പറഞ്ഞെല്ലാരും. സെറ്റ് ഫൈ സബ്സെറ്റ് ഓഫ് എ ആണോ? കറക്റ്റ് ആണോ അല്ലയോ? പറഞ്ഞോ? ഇൻകറക്റ്റ് ആണ് അല്ലേ? എന്തുകൊണ്ട്? സിൻസ് ഫൈ ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. ഈ ഒരു സെറ്റ് എയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ ഈ സെറ്റിനകത്തെ മെമ്പർ എവിടെ ഉണ്ടായിരിക്കണം? എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫൈ എന്ന് പറയുന്ന എലമെന്റ് ഈ സെറ്റിനകത്തില്ല അല്ലേ? അല്ലെങ്കിൽ ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നൾ സെറ്റ് ആണ്. അത് ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്തില്ല. അതുകൊണ്ട് സെറ്റ് ഫൈ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ ആ ക്വസ്റ്റിനകത്ത് എലമെന്റ്സും സബ്സെറ്റുകളും നന്നായി പഠിച്ചാൽ നമുക്ക് അതിൽ ഓരോന്നും എളുപ്പമായി ഫിൽ ചെയ്യാൻ പറ്റും. Now, fourth question. Write down all the subset of the following sets. തന്നിരിക്കുന്ന എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സെറ്റ് എഴുതാൻ പഠിച്ചതാണ്. ആദ്യമായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ സെറ്റിനും മസ്റ്റായിട്ട് 2 സബ്സെറ്റ് ഉണ്ടായിരിക്കും. ഒന്ന് നൾ സെറ്റും മറ്റൊന്ന് സെയിം സെറ്റും. പിന്നെ നമ്മൾ സബ്സെറ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഒരു ഓർഡറിലാണ് എഴുതുന്നത്. ആദ്യം എന്തെഴുതും? നൾ സെറ്റ് എഴുതും. പിന്നെ ഒരെലമെന്റ് വീതമുള്ള സബ്സെറ്റ് എഴുതും. പിന്നെ 2 എണ്ണം വീതം, 3 എണ്ണം വീതം, അങ്ങനെ ഒരു ഓർഡറിലാണ് പോകുന്നത്. അവസാനം സെയിം സെറ്റ് അല്ലേ? അപ്പൊ ആ ഓർഡറിൽ എഴുതുവാണെങ്കിൽ നമുക്ക് തെറ്റാതെ എഴുതിപ്പോകാം. അപ്പൊ ആദ്യത്തെ നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ എന്താ? സെറ്റ് എ. ഇതിന്റെ സബ്സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്ത് എഴുതുന്നു? നൾ സെറ്റ് അല്ലെ? നൾ സെറ്റ് എഴുതി. പിന്നെ ഒരെലമെന്റ് ഉള്ള സെറ്റ്. ഒരെലമെന്റ് ഉള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് തന്നെ ഒരെലമെന്റ് ഉള്ളതാണ്. അപ്പൊ സെയിം സെറ്റ് വന്നു. ഓക്കെ, അപ്പോൾ സെറ്റ് എക്ക് എത്ര സബ്സെറ്റുകളാണ് ഉള്ളത്? 2 സബ്സെറ്റ് അല്ലെ? അതായത് ഏതൊക്കെയാ? നൾ സെറ്റും സെയിം സെറ്റും. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു ഒരു സെറ്റ് തന്നാൽ അതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ് കാണാൻ അല്ലേ? എന്തായിരുന്നു? എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2m. ഇവിടെ എന്താ വരുന്നത്? 2 എലമെന്റ് എത്രയുള്ള? 1. 2 2. അപ്പൊ 2 സബ്സെറ്റുകളാണുള്ളത്. ഓക്കെ, അത് തന്നെയാണ് നമ്പർ ഓഫ് പവർ സെറ്റ്സും. ഇനി രണ്ടാമത്തെ സെറ്റിന്റെ സെറ്റ് എ ബിയുടെ സബ്സെറ്റ് എഴുതാം. ആദ്യം എന്ത് എഴുതി? നൾ സെറ്റ് എഴുതി. പിന്നെ ഒരെലമെന്റ് വീതമുള്ള സെറ്റ് എഴുതാം. സെറ്റ് എ. അടുത്ത് സെറ്റ് ബി. ഇനി എന്ത് എഴുതണം? 2 എലമെന്റ് ഉള്ളത് അല്ലെ? 2 എലമെന്റ് ഉള്ള സെറ്റ് ഏതാ? സെറ്റ് എ ബി. ഓക്കെ, ഇപ്പം എത്ര എലമെന്റ് ആയി? 2 2. 4 എലമെന്റ്സ് ആയി. അടുത്തത് തേർഡ് വൺ സെറ്റ് 1 2 3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ആദ്യം എന്ത് എഴുതി? നൾ സെറ്റ് എഴുതി. പിന്നെ ഓരോ എലമെന്റ് വീതമുള്ള സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. ഇനി 2 എലമെന്റ് വീതമുള്ള സെറ്റ് 1 2 സെറ്റ് 1 3 സെറ്റ് 2 3. 2 എലമെന്റ് വീതമുള്ളത് കഴിഞ്ഞു. ഇനി 3 എലമെന്റ് എന്ന് പറയുമ്പോൾ സെയിം സെറ്റ്. സെറ്റ് 1 2 3. ഓക്കെ, അടുത്ത എഴുതേണ്ടത് നൾ സെറ്റ് ആണ്. നൾ സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നൾ സെറ്റിന്റെ സബ്സെറ്റ് ഏതൊക്കെയാ വരുന്നത്? എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് നൾ സെറ്റ്, പിന്നെയോ സെയിം സെറ്റും. അപ്പൊ ഇവിടെ ഏതാ വരുന്നത്? നൾ സെറ്റിന്റെ സബ്സെറ്റ് നൾ സെറ്റ് തന്നെ അല്ലേ? എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് നൾ സെറ്റും സെയിം സെറ്റും ആണ്. ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ സബ്സെറ്റ് എന്ന് വന്നു നൾ സെറ്റ്. ഒരു അസൈൻമെന്റ് ഉണ്ട്. അതായത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെറ്റ് എ ബി സി ഡിയുടെ എല്ലാ സബ്സെറ്റുകളും എഴുതുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് 1 2 3 4ന്റെ എഴുതിയതാണ്. അതുപോലെ തന്നെ ഇവിടെ എ ബി സി ഡിയുടെ. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ സെറ്റ് 5. സെറ്റ് 5യുടെ സബ്സെറ്റുകൾ എഴുതണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? സെറ്റ് 5 എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു എലമെന്റ് ആണ്. സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ എത്ര സെറ്റുകൾ ഉണ്ടായിരിക്കും? ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ 2 1 മെമ്പേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് 2 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഏതൊക്കെയാ? ഒന്ന് ഇത് സിംഗിൾട്ടൺ സെറ്റ് ആണ്. അപ്പോൾ എന്ത് വരും? നൾ സെറ്റ് വരും. പിന്നെ സെയിം സെറ്റും. അപ്പൊ ഇത് രണ്ടും അസൈൻമെന്റ് ആയിട്ട് എഴുതുക. Now, fifth question. How many elements has P of A if A is equal to 5? How many elements has P of A? A യുടെ
പവർ സെറ്റ്. അതിനെയാണ് പി ഓഫ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. എയുടെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? ഇഫ് എ ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ പറഞ്ഞേ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? എ എന്നുള്ളത് എന്താ? നൾ സെറ്റ് ആണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാ ഉണ്ടാകുന്നത്? വെൻ എ ഈസ് ഈക്വൽ ടു 5 എ ഹാസ് നോ എലമെന്റ് അല്ലെ. എ എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ്സ് ഒന്നുമില്ല. എ എന്ന് പറയുന്നത് എന്താ? നൾ സെറ്റ് ആണ്. നൾ സെറ്റിൽ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ എന്താ? എലമെന്റ്സ് ഒന്നുമില്ല. therefore പി ഓഫ് എ ഈസ് ഈക്വൽ ടു പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ? എയുടെ പവർ സെറ്റ് എന്ന് പറയുന്നത് എന്താ? പവർ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റിനകത്ത് സബ്സെറ്റുകൾ എഴുതുക. അപ്പൊ ഈ നൾ സെറ്റിന്റെ സബ്സെറ്റ് എന്താ? അത് തന്നെ അല്ലെ, നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. സെയിം സെറ്റ് തന്നെയാണ് അതിന്റെ സബ്സെറ്റ്. അപ്പൊ അതിനെന്ത് ചെയ്തു? സെറ്റിന്റെ ബ്രാക്കറ്റിനകത്താകുമ്പോൾ അതെന്തായി മാറി? സബ്സെറ്റ് ആയി അല്ലെ. therefore പി ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 5 ആൻഡ് പി ഓഫ് എ ഹാസ് ഓൺലി 1 എലമെന്റ്. ക്ലിയർ ആയില്ലേ? അതായത് എ എന്ന് പറയുന്ന സെറ്റ് നൾ സെറ്റ് ആണ്. അതിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു സെറ്റ് ഉണ്ടാവും, അതായത് 5 തന്നെ അല്ലേ. ഇനി അതിന്റെ പവർ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പവർ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റിന്റെ ബ്രാക്കറ്റിനുള്ളിൽ സബ്സെറ്റിന് എഴുതണം. അപ്പൊ 5യുടെ സബ്സെറ്റ് 5 തന്നെയാണ്. അതിനെ സെറ്റിന്റെ ബ്രാക്കറ്റിനുള്ളിലാക്കി. അപ്പൊ അതെന്തായി മാറി? പവർ സെറ്റ്. അപ്പൊ പി ഓഫ് എ ഹാസ് ഓൺലി 1 എലമെന്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഈസ് യൂണിവേഴ്സൽ സെറ്റ്സ് വുഡ് യു പ്രൊപ്പോസ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്? ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്. ഈ 2 സെറ്റിന്റെയും യൂണിവേഴ്സൽ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ നമ്മളതിനെ നിങ്ങളതിനെ അസൈൻമെന്റ് ആക്കി ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഗിവൺ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 4 6 ആൻഡ് സി ഈസ് ഈക്വൽ ടു സെറ്റ് 0 2 4 6 8. Which of the following may be considered as universal sets for all the 3 sets A, B, C? ഇവിടെ 3 സെറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സെറ്റ് 1 3 5, സെറ്റ് 2 4 6, സെറ്റ് 0 2 4 6 8. ഈ 3 സെറ്റിന്റെയും കൂടി യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരുന്ന സെറ്റ് ഇതിൽ നിന്നും ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റിന്റെയും കൂടി സൂപ്പർ സെറ്റ് അല്ലെ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റും ഉൾപ്പെടുന്ന വലിയ സെറ്റ്. അപ്പൊ ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാ? സെറ്റ് 1 3 5. ഇനി രണ്ടാമത്തേനകത്തോ 2 4 6. മൂന്നാമത്തേനകത്തോ 0 2 4 6 8. ഈ 3 സെറ്റിലെയും എല്ലാ എലമെന്റ്സും ഉൾപ്പെടുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിൽ ഇത് ഏതാന്ന് നോക്കിയേ. ആദ്യത്തെ സെറ്റിനകത്ത് എല്ലാ എലമെന്റ്സും ഉണ്ടോ? ഇല്ല അല്ലെ. ഏതൊക്കെയില്ല? 6 വരെ ഉണ്ട്. പിന്നെ ഏതില്ല? 8 ഇല്ല. ഇത് രണ്ടാമത്തെ നൾ സെറ്റ് ആണ്. ഇനി ഇവിടെയോ 0 മുതൽ 10 വരെയുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇവിടെയോ 1 2 3 4 5 6 7 8 ഉണ്ട്. പക്ഷെ ഏതില്ല? 0 ഇല്ല അല്ലെ. അപ്പൊ ഇതിലുള്ള എല്ലാ എലമെന്റ്സും, അതായത് ഇവിടെ 0 മുതൽ 0 1 2 പിന്നെ 3 4 5 6 7 ഇല്ല 8 ഇതുവരെയുള്ള എല്ലാ എലമെന്റ്സും ഉൾപ്പെടുന്ന ഈ 3 സെറ്റിലെയും എലമെന്റ്സ് ഉൾപ്പെടുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ ഇതിനകത്ത് ഏതാ വരുന്നത്? ഏത്? ഈ മൂന്നാമത്തത് അല്ലെ. ഇതിനകത്താണ് ഈ ABC-യിലെ എല്ലാ മെമ്പേഴ്സും ഉള്ളത്. അതുകൊണ്ട് ഈ മൂന്നാമത്തെ സെറ്റാണ് ഏത്? യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ചിലെ എക്സാമിൽ ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കൺസിഡർ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഏതാ എ എന്ന് പറയുന്ന സെറ്റ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. 0യ്ക്കും 3യ്ക്കും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ആണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ 3 ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ 0 സ്ട്രിക്ട്ലി ലെസ് ദാൻ, അതുകൊണ്ട് 0 ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ. ഇനി ഫസ്റ്റ് വൺ, റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. സെക്കൻഡ് പാർട്ട്, റൈറ്റ് ദി പവർ സെറ്റ് ഓഫ് എ. തേർഡ് പാർട്ട്, ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. 0യ്ക്കും 3യ്ക്കും ഇടയിലുള്ള ഇൻറ്റിജർ ഇൻക്ലൂഡിങ് 3. അപ്പൊ ഏതാ വരുന്നത്? 1 2 3 അല്ലെ. സെറ്റ് 1 2 3. ഇനി റൈറ്റ് ദി പവർ സെറ്റ് ഓഫ് എ. ഇതിന്റെ പവർ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നമുക്ക് ഇതിന്റെ സബ്സെറ്റെല്ലാം എഴുതാൻ അറിയാം. നമ്മളിപ്പോ നേരം ചെയ്തതാണ്. സബ്സെറ്റിനെ എല്ലാം കൂടി സെറ്റിനകത്താക്കിയാൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ആണ്, പവർ സെറ്റായി. അപ്പൊ പി ഓഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 5. ഇനി ഓരോ എലമെന്റ് ഉള്ളത് സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇനി 2 എലമെന്റ് വീതം സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3. ഇനി 3 എലമെന്റ് ഉള്ളത്, അതായത് സെയിം സെറ്റ് 1 2 3. ഇതെല്ലാം നോക്കിയേ, സെറ്റിനകത്ത് ബ്രാക്കറ്റിനുള്ളിൽ ഇതിനെല്ലാം സെറ്റുകളാക്കി എഴുതിയാൽ എന്തായി മാറി? പവർ സെറ്റായി മാറി. ഇനി ഇത് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ് എങ്ങനെയാ കാണുന്നത്? 2 raised to m, where m is equal to n of a, അല്ലേ? അപ്പൊ ഇത് നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ is equal to 2 raised to m, which is equal to 2 raised to m എത്രയാ? 3. 2 raised to 3. ഇനി ഇത് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം സെറ്റ് വരില്ല, അല്ലേ? അപ്പം സബ്സെറ്റിനകത്ത് നൾ സെറ്റും പിന്നെ എല്ലാ സബ്സെറ്റുകളും സെയിം സെറ്റും വന്നു, അല്ലേ? അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് ആണെങ്കിലോ സെയിം സെറ്റിനെ അതിനകത്തുനിന്ന് ഒഴിവാക്കി. അപ്പൊ അവിടെ നിന്ന് ഒരു എലമെന്റ് ഒഴിവാകും, അല്ലെ? അതായത് സെറ്റ് 1 2 3 എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഈ ഒരു എലമെന്റ് ഒഴിവായി. അപ്പൊ എത്ര എണ്ണം വന്നു? 2 raised to m minus 1, അല്ലെ? നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഫോർമുലയായിട്ട് തന്നെ പഠിച്ചതാണ്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഈസ് ഈക്വൽ ടു 2 raised to m minus 1. ദാറ്റ് ഈസ് 2 raised to 3 minus 1. 2 raised to 3 എത്രയാ? 8. അപ്പൊ 8 minus 1 7. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ സെറ്റ് ഹാസ് 10 elements. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഫസ്റ്റ് വൺ സബ്സെറ്റ് ഓഫ് എ, സെക്കൻഡ് വൺ elements in power set of a, third one subset having exactly 1 element. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. എ സെറ്റ് ഹാസ് 10 elements. ഫൈൻഡ് ദി നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 10 എലമെന്റ്സ് ഉണ്ട്, അല്ലെ? നമ്മളോട് പറയുന്നത് എന്താ? ഫൈൻഡ് ദി നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ എത്രയായിരിക്കും? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 raised to m ആണ്. ഇവിടെ n ഓഫ് എ ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 ആണ്, അല്ലെ? അതായത് m ഈസ് ഈക്വൽ ടു 10 ആണ്. Therefore, number of subset of A is equal to 2 raised to m, which is equal to 2 raised to 10 equal to 1024, അല്ലേ? ഇനി നമ്മളോട് പറയുന്നത് എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റിൽ ഉള്ള എലമെന്റ്സുകളുടെ എണ്ണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? n ഓഫ് p ഓഫ് എ ഈക്വൽ ടു, അതും എന്താണ്? 2 raised to m ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ. ഇത് രണ്ടും ഈക്വൽ ആണ്, അല്ലേ? സബ്സെറ്റിലെ എലമെന്റ്സും പവർ സെറ്റിലെ എലമെന്റ്സും ഈക്വൽ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 raised to m ഈക്വൽ ടു 2 raised to 10 ഈക്വൽ ടു 1024. അപ്പൊ ഇത് മാറിപ്പോകരുത്. അതായത് ഒരു സെറ്റിലെ നമ്പർ ഓഫ് സബ്സെറ്റിന്റെ എണ്ണവും പിന്നെ നമ്പർ ഓഫ് പവർ സെറ്റിന്റെ, ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കാനുണ്ട്, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ എത്രയായിരിക്കും? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ നിന്നും, അതായത് സബ്സെറ്റുകളുടെ എണ്ണം, അതിൽ നിന്നും 1 കുറയ്ക്കണം, അല്ലെ? ആ സെയിം സെറ്റിനെ കുറയ്ക്കണം. അപ്പൊ എത്ര വരും? 2 raised to 10 minus 1, which is equal to 1023. ഓക്കെ. ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ? സബ്സെറ്റ് ഹാവിങ് എക്സാക്ട്ലി 1 എലമെന്റ്. ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റുകൾ, അല്ലെ? നമ്പർ ഓഫ് സബ്സെറ്റ് ഹാവിങ് എക്സാക്ട്ലി 1 എലമെന്റ്. അപ്പോൾ ഒരു സെറ്റിൽ 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 10 തന്നെയായിരിക്കും, അല്ലേ? അതായത് ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയാണോ അത് തന്നെയായിരിക്കും ആ സെറ്റിലുള്ള ആ സെറ്റിന്റെ സബ്സെറ്റുകൾ, അതായത് ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം. ഇവിടെ സെറ്റിൽ എത്ര എലമെന്റ്സ് ആണുള്ളത്? 10 എലമെന്റ്സ് ആണുള്ളത്. അതുകൊണ്ട് സബ്സെറ്റ് ഹാവിങ് എക്സാക്ട്ലി 1 എലമെന്റ് ഈസ് ഈക്വൽ ടു n ഓഫ് എ, വിച്ച് ഈസ് ഈക്വൽ ടു 10. അത് ഓർത്തിരിക്കണം. നമുക്കറിയാം, നമ്മൾ സിംഗിൾ എലമെന്റ് ഉള്ള സെറ്റുകൾ എഴുതുമ്പോൾ, അല്ലെ? സിംഗിൾ എലമെന്റ് ഉള്ള സബ്സെറ്റുകൾ എഴുതുമ്പോൾ ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും സിംഗിൾ എലമെന്റ് ഉള്ള സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും.
ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 8 ആണെങ്കിലോ സബ്സെറ്റ് ഹാവിങ് എക്സാക്ട്ലി 1 എലമെന്റ് ഉള്ള എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? n ഓഫ് എ ഈസ് ഈക്വൽ ടു 8 ആയതുകൊണ്ട് 8 ആയിരിക്കും അല്ലേ? ഓക്കെ. ഇനി നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ചോദിച്ചാലോ? ഇത് നമ്പർ ഓഫ് സബ്സെറ്റ് ആണ് 2 നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്. സെയിം സെറ്റിനെ അതിനകത്ത് ഒഴിവാക്കണം അല്ലെ? അപ്പോൾ ഒരു എലമെന്റ് ഒഴിവായി. ദാറ്റ് ഈസ് 2 × 10 - 1 which is equal to 10,023. Now third part, subset having exactly 1 element. ഒരു എലമെന്റ് മാത്രമുള്ള സബ്സെറ്റുകൾ. ഒരു എലമെന്റ് മാത്രമുള്ള സബ്സെറ്റുകൾ എങ്ങനെയാണ് കാണുന്നത്? അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? അതിനെല്ലാം ഓരോരോ സെറ്റ് ആക്കുന്നു. അപ്പൊ 10 എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ ഓരോരോ സെറ്റ് ആക്കിയാൽ എത്ര സബ്സെറ്റുകളായി? 10 സബ്സെറ്റ് ആയി അല്ലേ? അപ്പൊ സബ്സെറ്റ് ഹാവിങ് എക്സാക്ട്ലി 1 എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉള്ളത്? n of a which is equal to 10. ക്ലിയർ അല്ലേ? ഒന്നും കൂടെ പറയാം. ഓരോ എലമെന്റ് വീതമുള്ള സബ്സെറ്റുകൾ. അപ്പോൾ ഒരു സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും ഓരോ എലമെന്റ് ഉള്ള സബ്സെറ്റുകളുണ്ട് അല്ലേ? ഇപ്പൊ സെറ്റ് 1 2 3 4 5 ആണെങ്കിൽ ഒരു എലമെന്റ് വീതമുള്ളതാ വരുന്നത്. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4, സെറ്റ് 5 എലമെന്റ്സ് ആണ് വരുന്നത് അല്ലേ? അപ്പൊ 10 എലമെന്റ്സ് ഉള്ളതാണെങ്കിലോ അവിടെയും ഒരു എലമെന്റ് ഉള്ള എത്ര സബ്സെറ്റുകളാണ് വരുന്നത്? 10. ഓക്കെ. Third question, a set has 63 proper subsets. Find the number of elements of a number of subset of a. Important question ആണ്. A set has 63 proper subset. Proper subset എന്ന് പറഞ്ഞിട്ടുണ്ട്. Find the number of elements of a and the number of subset of a. ഇപ്പൊ പ്രോപ്പർ സബ്സെറ്റ് ആണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാലോ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെയിം സെറ്റിനെ ഒഴിവാക്കി അല്ലെ? നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ ചെയ്തതാണ്. Given that number of proper subset of A is equal to 63. ഇപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമുല നമ്മൾ പഠിച്ചതാണ്. 2m - 1 ആ സെയിം സെറ്റിനെ ഒഴിവാക്കി അല്ലേ? ഇപ്പൊ 2m - 1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 63 ആണ്. നമുക്ക് കാണേണ്ടത് എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് കാണേണ്ടത്. ഇപ്പൊ 2m - 1 ഈസ് ഈക്വൽ ടു 63. ഹെൻസ് 2m ഈസ് ഈക്വൽ ടു 63 + 1. ദാറ്റ് ഈസ് 2m ഈസ് ഈക്വൽ ടു 64. നമുക്ക് m അല്ല കണ്ടത്. m എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് സെറ്റ് എ. ഇപ്പൊ 2m 64 ആണെങ്കിൽ ഈ 64നെ 2ന്റെ പവറിലേക്ക് ആക്കുക. ഇപ്പൊ എത്ര വരും? 2m ഈസ് ഈക്വൽ ടു 64നെ 2ന്റെ പവറിലേക്ക് ആക്കുമ്പോൾ 2⁶. Therefore m ഈക്വൽ ടു 6. ഓക്കെ. m ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എന്താ? m എന്താ? n ഓഫ് എ ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് സെറ്റ് എ. n ഓഫ് എ ഈസ് ഈക്വൽ ടു 6. കിട്ടിയില്ലേ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു 6. ഇനി അതിന്റെ ബി പാർട്ട് പറയുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. നമ്പർ ഓഫ് സബ്സെറ്റ് എങ്ങനെയാ കാണുന്നത്? m എന്ന് പറഞ്ഞാൽ എന്താ? n ഓഫ് എ ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ് കാണാൻ എന്താ വേണ്ടേ? ഫോർമുല നമ്മൾ പഠിച്ചതാണ്. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2m. മാറിപ്പോരുതേ. ഇവിടെ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ആണ് 2m - 1. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഹാസ് m എലമെന്റ് ആണെങ്കിൽ n of a is equal to m. Then number of subset of a എന്ന് പറഞ്ഞാൽ എന്താ? 2m ആണ്. which is equal to 2�6 അല്ലേ? m ഇവിടെ 6 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2�6 which is equal to 64. ഓക്കെ. ഇവിടെ തന്നെ നമുക്ക് ഒറ്റയടിക്ക് പറയാം 2m - 1 ആണ് 63. Therefore 2m എത്രയായിരിക്കും? 64. ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നന്നായി വീഡിയോ കണ്ട് മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.